അൾത്താരയിൽ പൂജബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് സമാധാനം നൽകുവാനായിട്ടാണ്, സന്തോഷം നൽകുവാനും വിടുതൽ നൽകുവാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയാതെ പോയ ഒരു തലമുറയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നഗരത്തെക്കുറിച്ചാണ് ക്രിസ്തു എന്ന് സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം സമാധാനത്തിൻ്റെ ദൂതുമായിട്ട് വരുന്ന ക്രിസ്തുവിനെ അംഗീകരിക്കുവാനായിട്ട് കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കും. അതിനുള്ള കാരണം ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വിപ്ലവകാരിയെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. തങ്ങൾ റോമിൻ്റെ ആധിപത്യത്തിന് കീഴിൽ കഴിയുന്നവരാണ്. ഇങ്ങനെ ഈ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുവാനായി, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി വരുന്ന ഒരു വിപ്ലവകാരിയെ അല്ലെങ്കിൽ അക്രമ മാർഗങ്ങളിലൂടെ തങ്ങളെ മോചിപ്പിക്കുന്ന ഒരു വിമോചകനെയാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ, ദൈവം തന്നെയായ അവിടുന്ന് സമാധാനവുമായി ഈ ലോകത്തിലേക്ക് വന്നിട്ട് അവനെ അംഗീകരിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം പറയുന്നത് ക്രിസ്തു മാർഗം സമാധാനത്തിൻ്റെ മാർഗമാണ്. ഭൂമിയിൽ സന്തോഷം നിലനിർത്തുവാൻ, സമാധാനം നിലനിർത്തുവാൻ, ഐക്യം നിലനിർത്തുവാനായിട്ടുള്ള മാർഗം ക്രിസ്തു മാർഗമാണ്. ആരൊക്കെ ആക്രമണത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുന്നുവോ, അല്ലെങ്കിൽ ആരൊക്കെ കീഴ്പ്പെടുത്തലാണ് സമാധാനത്തിനുള്ള മാർഗമെന്ന് നിശ്ചയിക്കുന്നുവോ, അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെടാതെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാനായിട്ട് കഴിയുകയില്ല എന്ന് വിചാരിക്കുന്നുവോ, അവരെല്ലാം ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് പരാജയപ്പെട്ടവരാണ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്: ദൈവമേ, നിന്നെ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ, നിന്നെ അംഗീകരിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ നൽകുന്ന സമാധാനത്തിൻ്റെ മാർഗമാണ് ദൈവിക മാർഗമെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴെല്ലാം ഈ സുവിശേഷത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയോ അതിനെ ഓർത്ത് മാപ്പും കാരുണ്യവും യാചിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മുൻ തലമുറയ്ക്ക് വേണ്ടി കൂടെ ഈ ദിവസം നമുക്ക് അവിടത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. വന്ന വീഴ്ചകളെ ഓർത്ത് അനുതപിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ദ്വീപിലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ജൂലിയറ്റ് ബേട്ടി വലിയ തൈക്കൽ കുറ്റിക്കാട് കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശി ഏലീശോ, ഷൈജു സേവർ മാളിയക്കൽ, ഫ്രാൻസിസ് ലോപ്പസ് എന്നിവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യേനിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരീതികളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ്
നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ ഗണിയണമേ, കർത്താവേ ഗണിയണമേ, ക്രിസ്തുവേ ഗണിയണമേ, യേശുവേ ഗണിയണമേ, കർത്താവേ ഗണിയണമേ. കർത്താവേ ഗണിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളും ഉടയവനായ അങ്ങിൽ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് സിംഹാസനത്തിൽ ഇരുന്നിരുന്ന ആളിന്റെ വലത്ത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും 7 മുദ്രകൾ പതിച്ചിരുന്നതുമായ ഒരു പുസ്തകം ഞാൻ കണ്ടു. പുസ്തകം തുറക്കാനും മുദ്രകൾ പൊട്ടിക്കാനും യോഗ്യനായി ആരുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്ന പ്രബലനായ ഒരു മാലാഖയെ ഞാൻ കണ്ടു. ആ പുസ്തകം തുറന്നു നോക്കാൻ സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ആരുമില്ലായിരുന്നു. പുസ്തകം തുറന്നു നോക്കാൻ അർഹതയുള്ള ആരെയും കാണാഞ്ഞതിനാൽ ഞാൻ വളരെയധികം വിലപിച്ചു. അപ്പോൾ മൂപ്പന്മാരിലൊരുവൻ എന്നോട് പറഞ്ഞു, കരയേണ്ട, യൂദയായുടെ ഗോത്രത്തിലെ സിംഹം ദാവീദിൽ നിന്ന് ഉള്ള ആൾ വിജയം വരിക്കുകയും പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറക്കാൻ അർഹനാകുകയും ചെയ്തിരിക്കുന്നു. സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മൂപ്പന്മാരുടെയും മധ്യേ വധിക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിന് 7 കൊമ്പും 7 കണ്ണും ഉണ്ടായിരുന്നു. കണ്ണുകൾ ഭൂമി മുഴുവനിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളാണ്. അവിടുന്ന് വന്ന് സിംഹാസനത്തിലിരുന്നയാളിൻ്റെ വലത്ത് കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി അവിടുന്ന് പുസ്തകം തുറന്നു. അപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ആ കുഞ്ഞാടിന് മുമ്പിൽ സാഷ്ടാംഗം വീണു. അവരോരോരുത്തരുടെയും കയ്യിൽ ഓരോ വീണയും പൊൻകലശവും ഉണ്ടായിരുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ധൂപദ്രവ്യം കൊണ്ട് പൊൻകലശങ്ങൾ നിറഞ്ഞിരുന്നു. അവർ ഒരു നവ്യകീർത്തനം ആലപിച്ചു. പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും അർഹതയുള്ളയാൾ അങ്ങ് തന്നെ. എന്തെന്നാൽ അങ്ങ് വധിക്കപ്പെടുകയും സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ അങ്ങയുടെ രക്തത്താൽ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അങ്ങ് ഞങ്ങളെ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി തീർത്തു. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. അങ്ങ് ഞങ്ങളെ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി തീർത്തു. അങ്ങ് ഞങ്ങളെ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി തീർത്തു. കർത്താവ് ഒരു നവ്യഗാനം ആലപിക്കുവിൻ. അവിടുത്തെ സ്തുതി വിശുദ്ധരുടെ സഭയിൽ മുഴങ്ങട്ടെ. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തൻ്റെ രാജാവിനെ പ്രതി ആഹ്ലാദിക്കട്ടെ. അങ്ങ് ഞങ്ങളെ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി തീർത്തു. അവർ നൃത്തം ചെയ്ത് അവിടുത്തെ തിരുനാമത്തെ സ്തുതിക്കട്ടെ. തപ്പും കിന്നരവുമായി അവർ അവിടുത്തേക്ക് കീർത്തനം പാടട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, എളിയവരെ വിജയം കൊണ്ട് അലങ്കരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി തീർത്തു. വിശുദ്ധർ മഹത്വം കൊണ്ട് ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ഉറക്കറയിൽ ഉല്ലസിക്കട്ടെ. അവരുടെ കണ്ടത്തിൽ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇതാണ് സകല വിശുദ്ധരുടെയും മഹത്വം. അങ്ങ് ഞങ്ങളെ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി തീർത്തു.
അല്ലേലുയ അല്ലേലുയ. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കാതെ കർത്താവിന്റെ സ്വരം ശ്രവിക്കുവിൻ. അല്ലേലുയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജെറുസലേമിന് അടുത്ത് വെച്ച് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനം നമ്മെ. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക സ്വീകരിക്കുകീ പൂവുകൾ. കണ്ണുകൾക്ക് നീ പുതിയ കൈത്തിരി, കാതുകൾക്ക് നീ മാധുരി. കണ്ണുനീരിലും കാൺമ പുഞ്ചിരി, കാഴ്ച നൽകിട മഞ്ചരി, കാഴ്ച നൽകിട മഞ്ചരി. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക സ്വീകരിക്കുകീ പൂവുകൾ. സഹോദരങ്ങളെ, നമ്മുടെ ഇബ്ലീസ് സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ മഹിമ പ്രാഭവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്തിയാദരവിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരികയും നിത്യാനന്ദത്തിന്റെ ഫലം ഞങ്ങൾക്ക് കരംഗതമാക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ത്രീവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയസ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയം
വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു എന്ന് പറയുന്നത് കണക്ക് സന്ദർശനത്തിൻ്റെ ദിവസം നീ അറിഞ്ഞിരുന്നില്ല. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സമാധാനത്തിൻ്റെ മാർഗമാണെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് നൽകുന്ന സമാധാനം അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അസമാധാനത്തിൻ്റെ പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് അങ്ങയുടെ കുരിശിലെ യാഗത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ ബലിയിലും അവിടുന്ന് മുറിയപ്പെട്ട് നിനക്ക് വേണ്ടി യാഗം ആയി മാറുകയാണ്. ഈ സത്യം മനസ്സിലാക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന സ്തോത്രയാഗ പ്രാർത്ഥനയിൽ ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, നീ എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് ഈ നിമിഷം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ
വിശുദ്ധ യാക്കോബ് സ്റ്റിയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് നാമം പൂജിതമാകണമേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നാളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമീൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായോർ ഭാഗ്യവാന്മാർ. കർത്താവിനിയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യതയെന്നിലില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ.
ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നീശനാഥ, വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയാ തീർന്നൊരാ ദൈവ സ്നേഹം ഇന്ന് കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, ചുടുചോര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനവിന് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ തോക്കൂ, നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. കർത്താവേ ഗണിണമേ, യേശുവേ ഗണിണമേ, കർത്താവേ ഗണിണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നാണ് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യന്റെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ജൂലിയറ്റ് ബൈറ്റി, വലിയ തൈക്കൽ, കുറ്റിക്കാട് കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞു പോയ എല്ലാവരെയും, ഈശി, എലീശ്വ, ഷൈജു സേവ്യർ മാറിയക്കൽ, ഫ്രാൻസിസ് ലോപ്പസ് എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. യേശുവിന്റെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ,
കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവീ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെയുള്ള യേശുവിനെ തിരിച്ചറിയുന്ന സ്നേഹാനുഭവമായിരിക്കട്ടെ ഇന്നേ ദിവസം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.